സാംസങ്ങിന്റെ സാംസങ് F06 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ടീസേഴ്സും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F06 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് F06 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, HD റെസൊല്യൂഷനെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോണുകളിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. വാട്ടർ ഡ്രോപ്പ് വെച്ച ഡിസൈനുള്ള നോച്ച് ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരാൻ ചാൻസ് ഇല്ല, അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 800 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം, മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബഹാമ ബ്ലൂ അതുപോലെ തന്നെ ലിറ്റ് വയലറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ 12ഓളം 5G ബാൻഡ്സ് ഇതിൽ വരും. അപ്പം മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ബേസ് വേരിയൻറ്റിൽ 4 GB റാം വന്നേക്കാം. പിന്നെ 6 GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. 128 GB ഇൻറ്റേർണൽ വരെ ഇതിൽ വരും. ചിലപ്പം സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഇതിൽ വരിക, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാൻ ചാൻസ് ഇല്ല. Android 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ നമുക്ക് ലഭിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ മിക്കവാറും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിലൊക്കെ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 12 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് ടീസ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് വില 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ്. 9,000 രൂപയുടെയും 10,000 രൂപയുടെയും ഇടയിലായിട്ടായിരിക്കും ഈ ഫോണിൻ്റെ വില വരിക. നമ്മൾ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഫീച്ചേഴ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും സാംസങ് F06 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.